2025 ഹൂത്തികളുടെ മേൽ നടത്തിയ പ്രഹരം അല്ലെങ്കിൽ ഹൂത്തിയെ തൊട്ടതിൽ വലിയ പ്രഹരമായിരിക്കും ഇനി ഇസ്രയേലും അമേരിക്കയും അനുഭവിക്കാൻ പോകുന്നത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇസ്രയേലിനെയും അമേരിക്കയും വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഹിസ്ബുള്ളയും റഷ്യയും ഒക്കെ നടത്തുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ആ ഒരു സംഭവം നടന്നിരിക്കുന്നത്. യമൻ തലസ്ഥാനമായിട്ടുള്ള സനയിലാണ് അമേരിക്കൻ സൈന്യം ഒന്നിലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത്. ഹൂത്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് അമേരിക്ക വ്യോമാക്രമണങ്ങൾ നടത്തിയത് എന്നാണ് പെന്റഗൺ സ്ഥിരീകരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ അമേരിക്കയുടെ അന്ത്യം കുറിച്ചിരിക്കുകയാണ് ഹൂത്തികളും. ഈ മാസം ആദ്യം ഇസ്രയേലിനെതിരെ ഹൂത്തികൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഇതിൽ കൂടുതൽ ഇനി ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേലിലേക്കും അമേരിക്കയിലേക്കും നടത്തുമെന്നാണ് ഹൂത്തികളുടെ വക്താവ് പറയുന്നത്. അമേരിക്കയും ബ്രിട്ടനും യമനെതിരെ ആക്രമണം ശക്തമാക്കിയതും ഹൂത്തികളെയും റഷ്യയും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കലിപൂണ്ട് നിൽക്കുന്ന ഇരുവരും ഏത് നിമിഷവും രണ്ടുപേരെയും ഇല്ലാതാക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും ഉപയോഗിച്ചാണ് അമേരിക്കയും ബ്രിട്ടനും യമനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് മിഡിൽ ഈസ്റ്റിലെ പെന്റഗണിന്റെ സൈനിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഹൂത്തികളുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സൗകര്യം, ആയുധ നിർമ്മാണ പ്ലാന്റുകൾ, വെടിമരുന്ന് സൂക്ഷിക്കുന്ന കേന്ദ്രം എന്നിവയായിരുന്നു ലക്ഷ്യമെന്ന് സെന്റകോം അവകാശപ്പെടുന്നുണ്ട്. ചെങ്കടലിന് മുകളിലൂടെ ഒരു തീരദേശത്തെ റഡാർ സൈറ്റും 7 ഹൂത്തി ക്രൂയിസ് മിസൈലുകളും ലക്ഷ്യമിട്ടായിരുന്നു കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയത്. എന്നാൽ ഹൂത്തികൾ എല്ലാം തടഞ്ഞിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഹൂത്തികളുടെ വലിയ പ്രഹരം തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്നാണ് അവർ പറയുന്നത്. സനയിലെ നിരവധി സ്ഫോടന സ്ഥലങ്ങളിൽ നിന്ന് പുകയുയരുന്നതായി ഇറാന്റെ ഔദ്യോഗിക ചാനൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇറാനും അവരോടൊരു സത്യപ്രതിജ്ഞ ചെയ്തു. ഏത് നിമിഷവും നിങ്ങളെ ഞങ്ങൾ തീർക്കുമെന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. ഹമാസിനെതിരായിട്ടുള്ള യുദ്ധത്തിന് മറുപടിയായി ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകളെ ഹൂത്തികൾ ആക്രമിച്ചതാണ് ഏറ്റവും കൂടുതൽ ഇവരെ ചൊടിപ്പിച്ചതും. ഇതോടെ ഹൂത്തികളെ ലക്ഷ്യമിട്ടാണ് അമേരിക്ക പിന്നീട് തന്റെ പ്ലാനുകൾ ചെയ്തത്. ഈ മാസം ആദ്യം ഇസ്രയേലിലേക്ക് ഹൂത്തികൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായിരുന്നു ഇവരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചിരുന്നത്. എന്നിരുന്നാലും ഇക്കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ റഷ്യ രംഗത്തുണ്ട്. ഹൂത്തികൾക്ക് നേരെ കൈവച്ചാലും ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന നിലപാട് തന്നെയാണ് റഷ്യയും ഇറാനും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അമേരിക്കയെന്നോ ഇസ്രയേലെന്നോ യാതൊരു കാര്യവുമില്ലാതെ രണ്ടു പേർക്കും നേരെ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം തൊടുത്തുവിടാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്.